ഇന്ന് നമുക്കൊരു 4 മണി പലഹാരമായാലോ. നമ്മളൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ പലതും വാങ്ങിച്ച് കഴിക്കാമെന്ന് ഞാൻ നേരത്തെ പല സാധനങ്ങളും 4 മണി പലഹാരം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നമുക്കത് പിള്ളേർക്കൊക്കെ സ്കൂളിൽ ഇട്ട് കൊടുക്കാനും അതുപോലെ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റുന്ന വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിൽ ഒരു കാര്യം പറയാനുള്ള, നിങ്ങളെല്ലാവരും ഈ വീഡിയോ മിസ്സാക്കാതെ കാണുക. ഞാൻ ആ ഓരോ ചേരുവകളും ചേർക്കുന്ന മുറയ്ക്ക് മാത്രമാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ കണ്ട് നോക്കി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ, ഇതിൻ്റെ 1 കപ്പ് റവ. നമുക്ക് വറുത്ത റവയും വറക്കാത്ത റവയും ഉപയോഗിക്കാം. ഞാനിത് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് റവയ്ക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിൽ പഞ്ചസാരയും ഏലക്കയുടെ പൊടിച്ചതാണ്. ഒരു 10 ഏലക്ക എടുത്ത് 1 സ്പൂൺ പഞ്ചസാരയും കൊണ്ട് പൊടിച്ചതാണ്. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ആദ്യം പൊടിച്ചെടുക്കണം. അതിനുശേഷം അടുത്ത ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം ഞാൻ മിക്സിയുടെ ജാറിനകത്തൊക്കെ നല്ലപോലെ പൊടിഞ്ഞു വരണം. ഇത് മൂന്നും കൂടെ ഒന്നിച്ചിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. ഇപ്പം ഇതെന്നാ റവയും പഞ്ചസാര ഏലക്കയാണ് നല്ലപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് വീണ്ടും ആ ജാറെടുത്തു. അതിലേക്ക് നമ്മൾ മെഷറിംഗ് കപ്പിനകത്താണ് 1 കപ്പ് റവ എടുത്തത്. അതേ മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് പാലെടുക്കാം. എന്നിട്ട് ഇവിടെ പാൽ അളന്ന് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്നത് 2 മുട്ട. നമുക്കിനി വേണ്ടുന്ന ഓയിലാണ്. ഞാനിവിടെ ഓയിലിന് പകരം നെയ്യാണ് ചേർക്കുന്നത്. നല്ല 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിനെ എല്ലാം കൂടെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. മുട്ടയും പാലും നെയ്യും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഓയിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓയിലിൻ്റെ ഇല്ലാത്തതാണ് നെയ്യ് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ആ പൊടിച്ചു വെച്ചിരുന്ന റവ ഉണ്ടല്ലോ, അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ റവയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ ഞാൻ വേണ്ട റവയും പാലും എല്ലാം ഒന്നിച്ച് അടിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിനകത്തേക്കാക്കി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മളിത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. തുറന്ന് 1-2 കൂട്ടം സാധനം ചേർക്കാനുണ്ട്. ഇതുണ്ടോ, ബേക്കിംഗ് പൗഡർ ഒരു 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഞാനിതെല്ലാം മെഷറിംഗ് സ്പൂണിനകത്തും മെഷറിംഗ് കപ്പിനകത്തൊക്കെ എടുത്തേക്കുന്നത്, അളവ് തെറ്റാതിരിക്കാൻ. അതുള്ളവരങ്ങനെ തന്നെ എടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണ് വിനാഗിരി. അതൊന്ന് സോഫ്റ്റ് ആകാനിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ. അതായത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ കൊച്ചു ബൗള്, ഇതുപോലത്തെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ആ ബൗളിനകത്തേക്ക് ഓയിലുണ്ടെങ്കിൽ അത് വരട്ടാം, അതല്ലെങ്കിൽ നമുക്ക് വേണ്ട നെയ്യാണ്. ഞാൻ നെയ്യ് തന്നെ അതിനകത്ത് വരട്ടുന്നത്. ഇച്ചിരി തന്നെ മയം വരാൻ വേണ്ടിയിട്ട്, ആ പാത്രത്തിൻ്റെ മയം വരാൻ എളുപ്പം ഇളകി വരാൻ വേണ്ടിയിട്ട് നെയ്യൊന്ന് വെട്ടിക്കൊടുക്കുകയാണ്. ഈ പാത്രത്തിലൊക്കെ നെയ്യ് പിടിച്ച് പുരട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് അതിനകത്ത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. മേലിലറ്റം വരെ വേണ്ട, ഒരു പക്കിന് താഴെ വരെ ഒഴിച്ചാൽ മതി. അങ്ങനെ ആ പാത്രത്തിലെല്ലാം ഞാനിവിടെ ഒരു 6 പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാത്തിനകത്തൊക്കെ ഒഴിച്ചെടുക്കാം. വേണ്ട 6 പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലിലേക്ക് ഒരിച്ചിരി മുന്തിരിയും അണ്ടിപ്പരിപ്പോടാണ് വെക്കുന്നത്. ബദാം മക്കളുടെ അത് വേണമെങ്കിലും വെക്കാം. ഞാൻ ഇതാണ് വെക്കുന്നത്. എൻ്റെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. നമ്മൾ ഓവനകത്തും ഒന്ന് വെച്ചല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ തട്ടിൽ വെച്ചാണ് ഇത് ആവി കയറ്റിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഓവനകത്ത് വെക്കുന്നത്രയും ടേസ്റ്റും അല്ലെങ്കിൽ അതുപോലെ മയം ഒന്നും വരാൻ സാധ്യതയില്ല. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. നമുക്കിനി അത് ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ച് നോക്കാം. വേണ്ട, ഞാൻ ഇഡ്ഡലിക്കുട്ടൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഇഡ്ഡലിക്കുട്ടത്തിൽ നിറം കണ്ടാരൊന്നും പറയല്ലേ. ഞാനിത് നാരങ്ങായും നെല്ലിക്കായും പുളിയൊക്കെ പുഴുങ്ങുന്നത് അതിനകത്തിൽ. അതുകൊണ്ടാണ് ഈ നിറത്തിലിരിക്കുന്നത്.
നമുക്ക് ഇതല്ലാതെ അല്ലാതെ പ്രഷർ വെക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ഇഡ്ലിക്കുട്ടത്തിൻ്റെ അടിയിലൊക്കെ ഇരുത്തുള്ള ഭാഗങ്ങളുണ്ടോ അത് തട്ട് പാത്രം വെക്കാമെങ്കിലും മതി. ഇതങ്ങനത്തെ ഇത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ പാത്രമായിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെച്ച് ആവിയിൽ അത് വെന്ത് വരണം. ഓവനും ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് എന്താ പേര് വരും, പേരെന്നോ എങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമുക്ക് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒക്കെ അടച്ചു വെക്കാം ഇതിനെ. ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയിരിക്കുന്ന ടേസ്റ്റും അത് പൊങ്ങി വരുന്നുണ്ടോ ഒക്കെ നോക്കാം. നമുക്ക് അതെന്താ വെള്ളം തിളച്ചിട്ടുണ്ട്, ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റായത്. ഞാൻ തന്നെ ഇത് അടുപ്പേ വെച്ചിട്ട് 10-15 മിനിറ്റായി. വെന്തോന്നറിയാൻ ഒരു മാർഗ്ഗവും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പപ്പടം കുത്തി വെച്ച് ഒന്ന് കുത്തി നോക്കാമെന്ന് വെച്ച് വെന്തോന്നറിയാൻ. വെന്തു ഇതുണ്ടോ, ഇതിലൊന്നും ഒട്ടുന്നില്ല, ഒട്ടുന്നില്ല, വെന്ത് കാണും. അപ്പം നമുക്കിനി തീ അങ്ങ് അണയ്ക്കാം. അണച്ച് വെച്ച് പെതുക്കെ അതിൽ നിന്ന് ഓരോന്നായിട്ട് വെളിയിലെടുക്കാം. വേണ്ട, ഞാൻ ഉദ്ദേശിച്ചേക്കാൾ നല്ലപോലെ പൊങ്ങി വന്നു. ഇനി നമുക്കൊന്ന് തണുത്തതിന് ശേഷം ഇളക്കി നോക്കാം എങ്ങനെ ഇരിക്കുന്ന ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് അറിയണം. അതാണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനം ഇതാ നല്ല സോഫ്റ്റായിട്ട് എളുപ്പം ഇളകി വന്നേ. നമുക്കിതുപോലെ ഇത് മുഴുവൻ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് അക്കെടുത്താൽ മതി. അക്കെടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. അതിനെ വേണ്ട, ഇതെല്ലാം നമുക്ക് ഇതെല്ലാം ഇളക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റവ കൊണ്ടുള്ള 4 മണി പലഹാരം, ഇതൊരു കേക്ക്, റവ കേക്ക്. ഇത്രയും നേരം ഞാൻ എന്തൊക്കെയോ പേര് പറഞ്ഞു, അതല്ല, ശരിക്കും റവ കേക്കാണ്. വളരെ മധുരം കുറച്ചൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ മധുരം ഇടാം. ഞാനിത് വളരെ മധുരം കുറച്ച് ചെറിയ രീതി ഷുഗറുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ അതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. അതിൽ ഇവിടുത്തെ അഭിപ്രായം എന്നറിയണ്ടേ. നമുക്ക് ഇച്ചിരി കട്ടൻ ചായയും കുട്ടി 4 മണിക്ക് ഒന്ന് കഴിച്ചു നോക്കാം. ഇനി ഞാൻ ചായക്ക് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ചായയിൽ ഇട്ട് വെച്ചെന്ന് കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു അടിപൊളി ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പേരിടാതൊക്കെ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത്. അവസാനം ടേസ്റ്റ് അറിഞ്ഞപ്പോൾ ഞാൻ അതിന് പേരിട്ടു റവ കേക്കെന്ന്. ആ, റവ കൊണ്ട് കേക്ക് ഉണ്ടാക്കി. ബേക്കൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഓവനും ഗ്രില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബേക്കൊന്നും ചെയ്തില്ല. അല്ലാതെ ആവി പുഴുങ്ങി ഉണ്ടാക്കിയ കേക്കാണ്. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയെന്ന് പറയണം. ആ, ഇച്ചിരി വലിയ ഉണ്ടാക്കിയത്. കഴിച്ചു നോക്ക്. നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് അല്ലേ? നോക്കിയേ, കഴിച്ചു നോക്കിയേ, സോഫ്റ്റ് അല്ലേ? ഒന്ന് മധുരം കുറവാണ്. മധുരം തീരെ കുറച്ചിട്ടാണ് ഉണ്ടാക്കി. ഷുഗർ പിള്ളേർക്ക് പിടിക്കുന്നത്. പിള്ളേർക്ക് ഇച്ചിരി മധുരമൊക്കെ ഉള്ള സാധനം ഇഷ്ടം. ഞാനിത് മധുരം വേണമെന്നവർക്ക് കൂടുതലിട്ടുണ്ടാക്കാം. ഞാനിതൊരു പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയത് കൊണ്ട് മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. വേണമെന്നവർക്ക് മധുരം കൂട്ടിയിട്ടുണ്ടാക്കാം. ഇനി ഒരിക്കൽ ഉണ്ടാക്കി വെച്ചിട്ട് മധുരമൊക്കെ ഇട്ടുണ്ടാക്കാം. നമ്മൾ പരീക്ഷണത്തിനുണ്ടാക്കി എന്തുമാത്രം മധുരം വേണമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. ഇത് ഉണ്ടാക്കുന്നതിന് കുറച്ചുകൂടെ മധുരം ഇട്ടുണ്ടാക്കാം. എന്നാലേ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതിനും വയറെല്ലാം കഴിച്ചാൽ മതി ഇല്ലേ? പിന്നെ വേറെ ഒന്നും വേണ്ട. അത് ചെറുതായിട്ടുണ്ടാക്കാം. ഞാൻ എൻ്റെ മഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ കപ്പ് വെച്ചിരുന്നു. അതൊന്നും ഉപയോഗമില്ലായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. ഞാൻ വീഡിയോയ്ക്ക് നീളം കൂട്ടാൻ നല്ലത് പറഞ്ഞു കേട്ടോ. ഞാൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെ പറഞ്ഞതേ ഉള്ളൂ. 1 മിനിറ്റും 2 മിനിറ്റും ഉണ്ടെങ്കിൽ വീഡിയോ ഇടാം. പക്ഷെ അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്ക് സുഖം പറ്റില്ല. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.